വയോമിത്രം പദ്ധതി ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ കേരള. പഞ്ചായത്തുകൾ തനത് ഫണ്ടിന്റെ 5% വകമാറ്റുന്നത് ഒഴിവാക്കി മുഴുവൻ തുകയും വയോജനക്ഷേമത്തിന് വിനിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു. ദ്വൈവാർഷിക പൊതുയോഗമാണ് ആവശ്യമുന്നയിച്ചത്. വയോമിത്രം പദ്ധതി ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പാക്കണമെന്ന ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻസ് കേരള ദ്വൈവാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പഞ്ചായത്തുകൾ തനത് ഫണ്ടിന്റെ 5% പലപ്പോഴും വകമാറ്റി ചെലവഴിക്കുന്നത് ഒഴിവാക്കി വയോജനക്ഷേമത്തിന് തന്നെ മുഴുവൻ തുകയും വിനിയോഗിക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ദ്വൈവാർഷിക പൊതുയോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച ദ്വൈവാർഷിക പൊതുയോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. കൊടുക്കാൻ കഴിയും. നേരിട്ട് പോയി ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ ഇപ്പം വകുപ്പ്. അപ്പോൾ അതിന് വേണ്ട വിധത്തിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മന്ത്രിസഭയിൽ. നമ്മുടെ യോഗങ്ങളിൽ ധാരാളം പങ്കെടുത്ത ആൾക്കാരുണ്ട്. പല മന്ത്രിമാരും നമ്മുടെ യോഗങ്ങൾ മുൻകാലങ്ങളിൽ പങ്കെടുത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ തക്കതായ ഒരു പ്രാതിനിധ്യം ഓരോ കാര്യത്തിലും കിട്ടാൻ വേണ്ടി ഒരു പ്രഷർ ചെലുത്താനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇവിടെ പൊതു ചർച്ച വരും. അന്നേരം നിങ്ങൾ സജഷൻസ് പറയണം. അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് അതോടെ പരിഗണിക്കുന്നതായിരിക്കും. ഞാനിത് ആമുഖമായിട്ട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്നേ ഉള്ളൂ. തുടർന്ന് പോകുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സെക്രട്ടറി ജനറൽ ലതാങ്കൻ മരുത്തടി മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റീഫൻ ജോർജ്, അശോക് കുമാർ, വെളിയം ശശി, ഈപ്പൻ ചെറിയാൻ, ബാവിസ് വിജയൻ, കെ വാസുദേവൻ, അരവിന്ദാക്ഷൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കായികമേളകളിൽ വിജയം വരിച്ച തൊടിയൂർ സ്വദേശിനി നസീം ബീവി, PK ലീലാമണി എന്നിവരെ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റായി കെ രാധാകൃഷ്ണൻ നായരെ വീണ്ടും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്.